പക്ഷെ പ്രിയൻ്റെ അല്ലെങ്കിൽ സത്യനന്ദിക്കാൻ്റെയോ അല്ലെങ്കിൽ വി ശശി അല്ലെങ്കിൽ ശശികുമാർ സാറിന് ഒരുപാട് പേരുടെ കൂടെ ഒരുപാട് സിനിമകൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യാൻ പറ്റുമ്പോഴാണല്ലോ നമുക്ക് എന്താണ് വേണ്ടത് എന്നറിയാൻ പറ്റുന്നത്. അങ്ങനെ അത്തരത്തിൽ പ്രിയൻ എന്ന് പറയുന്നത് കുറച്ചുകൂടെ സ്വാതന്ത്ര്യമുള്ള ആളാണ്. അല്ലെങ്കിൽ സത്യനന്ദിക്കാട് എന്നൊക്കെ പറയുന്നത് നമുക്ക് കൂടുതൽ സ്വാതന്ത്ര്യവും എന്നെ കൂടുതൽ അറിയാം, ഞാനെന്ന വ്യക്തിത്വത്തെയും ഞാനെന്ന ആക്ടറെയും കൂടുതൽ അറിയാവുന്ന ആൾക്കാരാണ്. ലിജോയായിട്ട് നമ്മൾ അദ്ദേഹം അത്രയും ഓപ്പൺ അപ്പ് ആകാത്ത ഒരാളാണ്. ഞാനും അപ്പം ഞാൻ ഇപ്പോൾ ഒരാൾ അങ്ങനെയാണല്ലോ, സ്ലോലി ഓപ്പൺ ചെയ്യുന്ന ഒരാളാണ്. ചിലപ്പോൾ എനിക്ക് ഇൻഹിബിഷൻ ഉള്ള ഒരാളാണ്. പക്ഷേ എൻ്റെ ബബിൾ പൊട്ടിയാൽ ഞാൻ പെട്ടെന്ന് ഓപ്പൺ അപ്പ് ആകുന്ന ആളാണ്. ലിജോയെ പറ്റി എനിക്കറിയില്ല, ഞാനത് ആ കുമ്പള പൊട്ടിക്കാൻ ശ്രമിച്ചിട്ടില്ല, അതാണ് സത്യം. ഇപ്പോൾ ടിൻചേട്ടാ, ഇപ്പോൾ ഈ വാലിബനിനകത്ത് ഒരുപാട് സർപ്രൈസുകളുണ്ടെന്നറിയാം. പക്ഷെ എന്നാലും ബർത്ത് ഓഫ് വാലിബൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു തിയറി ഉണ്ടല്ലോ, ഈ വാലിബൻ എങ്ങനെ ഉണ്ടായി എന്നുള്ളത്. ഇപ്പോൾ പാട്ടിലൊക്കെ ലിറിക്സിലൂടെ പറഞ്ഞു പോകുന്നുണ്ട് ഇയാൾ എങ്ങനെ ബർത്ത് ഇയാൾ എങ്ങനെ ഉണ്ടാകുന്നു എന്നുള്ളത്. അതായിരിക്കും സിനിമയിലെ ഏറ്റവും വലിയ സർപ്രൈസുകളൊന്ന്. അത് ഒരു സർപ്രൈസ് എലമെന്റ് ആയിരിക്കും, പക്ഷെ അതിനപ്പുറത്തേക്ക് ഇതിനകത്ത് വലിയ സർപ്രൈസുകളുണ്ട്. എനിക്കറിഞ്ഞായിരുന്നത് ലാലേട്ടാ, ഇപ്പോൾ ചോദ്യങ്ങൾ ചോദിക്കുന്ന സമയത്ത് എൻ്റെ അറിവിൽ മാധ്യമരംഗത്ത് ഏറ്റവും മൂർച്ചയുള്ള ചോദ്യങ്ങളെ ലാലേട്ടൻ നേരിട്ടിട്ടുണ്ട്. ഏറ്റവും രസാവഹമായി, ഏറ്റവും നിറഞ്ഞ ചിരിയോട് കൂടിയിട്ട്. പലപ്പോഴും അതൊരു വിവാദം ഉണ്ടാക്കാനുള്ള ചോദ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ ഉദ്ദേശം നെഗറ്റീവ് കൊണോട്ടേഷൻ തന്നെയായിരിക്കും. എന്നാൽ ലാലേട്ടൻ അത് കൊടുക്കുന്ന മറുപടികളുണ്ട്. ലാലേട്ടൻ്റെ ബന്ധങ്ങളെ പറ്റി ചോദിക്കുമ്പോൾ, ലാലേട്ടൻ്റെ ശീലങ്ങളെ പറ്റിയൊക്കെ ചോദിക്കുമ്പോൾ, എങ്ങനെയാണ് ശത്രുവിനെ പോലും ഇങ്ങനെ സ്നേഹത്തോടു കൂടി സമീപിക്കുന്നത്? ഇല്ല, നമ്മൾ ആദ്യത്തെ സിനിമയിൽ വരുന്ന സമയത്തൊക്കെ ഉള്ളൊരു ജേർണലിസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഇത്തരം ചോദ്യങ്ങളൊന്നും ഇല്ലായിരുന്നു. എന്ന് പറഞ്ഞാൽ അതൊരു ഫാമിലി പോലെ വളരെ കുറച്ച് പേരേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം നമ്മളെപ്പറ്റി നന്നായിട്ട് അറിയാം, നമ്മുടെ സ്വഭാവത്തെ പറ്റി അറിയാം. ഇവർ ചോദിക്കുന്നതൊന്നും മോശം എന്ന് ഞാൻ പറയുന്നില്ല. നിങ്ങൾക്ക് എന്ത് ചോദ്യം ചോദിക്കാനുള്ള അവകാശമുണ്ട്, എന്ത് ഉത്തരം പറയാനുള്ള അവകാശം എനിക്കുണ്ട്, അല്ലേ? എനിക്ക് നിങ്ങളുടെ ചോദ്യം നിങ്ങൾക്ക് ചോദിക്കാം, പക്ഷെ അതിന് എന്ത് ഉത്തരം പറയണമെന്ന് തീരുമാനിക്കാനുള്ള അവകാശം എനിക്കുണ്ട്. പിന്നെ നമ്മുടെ വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ, എനിക്ക് പോലും അറിഞ്ഞുകൂടാത്ത കാര്യങ്ങളായിരിക്കും ഒരാൾ ചോദിക്കുന്നത്. പിന്നെ അങ്ങനെ അത്തരം ചോദ്യങ്ങൾ പ്രസക്തമല്ലല്ലോ. ഇപ്പം ഞാൻ എന്ത് ചെയ്യുന്നു ഞാൻ എൻ്റെ പേഴ്സണൽ ലൈഫിൽ എന്ത് ചെയ്യുന്നു എന്നുള്ളത് അല്ലല്ലോ, ഞാൻ സിനിമയിൽ എന്ത് ചെയ്തു എന്ന് അറിയിക്കാനാണ് എനിക്ക് താല്പര്യം. പിന്നെ നമ്മളങ്ങനെ വളരെ കാര്യം ഇങ്ങനെ ഒളിച്ച് ജീവിക്കുന്ന ആളൊന്നുമല്ല. ഇപ്പോൾ ഒളിച്ച് ചെയ്താലും നിങ്ങൾ കണ്ടുപിടിക്കും, അതിൽ നമുക്ക് അങ്ങനെ വലിയ പരിഭവങ്ങളും. ഇപ്പോൾ പ്രിൻസ് എന്നൊരു സിനിമ റിലീസായപ്പോൾ ലാലേട്ടൻ്റെ ശബ്ദം പോയി എന്ന് പറഞ്ഞിട്ടുള്ളൊരു കുപ്രചാരണമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ അതിന് ലാലേട്ടൻ മറുപടി കൊടുത്തത് തൊട്ടടുത്ത സിനിമയിൽ നെടുനീളൻ ഡയലോഗുകൾ പറഞ്ഞ് പാട്ട് പാടിയൊക്കെ അഭിനയിച്ചുകൊണ്ടാണ്. അങ്ങനെ വിമർശകരെ ഗംഭീര പെർഫോമൻസുകൾ കൊണ്ടാണ് ലാൽ മാജിക് ക്രിയേറ്റ് ചെയ്തിട്ടുള്ളതും മറുപടി കൊടുത്തിട്ടുള്ളതൊക്കെ. നേരിൽ നമ്മളതിൻ്റെ ചെറിയൊരു വേർഷൻ മാത്രമാണ് കണ്ടത്. മലക്കോട്ടെ വാലിബനിൽ കാണാൻ പോകുന്നതേ ഉള്ളൂ എന്ന് തെളിയിക്കുന്ന പ്രൊമോഷൻ മെറ്റീരിയൽസ് നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി ജനുവരി 25 കാണാം. താങ്ക് യു.